കണ്ണൂരിൽ കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയതിനെതിരെ CPM നേതൃത്വത്തിൽ അതൃപ്തി. പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ അമർഷം പുകയുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കണ്ണൂരിൽ കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയതിനെതിരെ CPM നേതൃത്വത്തിനുള്ളിൽ തന്നെ അതൃപ്തി പുകയുന്നതായാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നേതൃനിരയിൽ തന്നെ ഒരു അതൃപ്തി ഉണ്ടാകുന്നത്? രോഹിണി, കെ രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു നേതാവായിരുന്നില്ല. SFIയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു, അതിന് ശേഷം രാജ്യസഭാ അംഗമായി, പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ഈ രീതിയിലെല്ലാം പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ നോമിനിയായി ഇപ്പോൾ കണ്ണൂർ പോലുള്ള CPMൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് വിലയിരുത്തപ്പെടുന്ന ജില്ലയുടെ സെക്രട്ടറിയായിട്ട് കെ രാഗേഷിനെ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം MV ജയരാജൻ പറഞ്ഞ് അവിടെ സെക്രട്ടറി ആവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞ പേരുകൾ വേറെയായിരുന്നു. അതായത് N പ്രകാശിനോ TV രാജേഷോ സെക്രട്ടറി ആകട്ടെ എന്നുള്ള നിലപാടായിരുന്നു സംസ്ഥാന സെക്രട്ടറിക്കുള്ളത്. കണ്ണൂരിൽ നിന്ന് മറ്റ് 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. ശ്രീമതി ടീച്ചറായാലും ശൈലജ ടീച്ചറായാലും അതോടൊപ്പം തന്നെ EP ജയരാജൻ അടക്കമുള്ളവർ. ഇവരോടൊന്നും ഒരു തരത്തിലുള്ള അഭിപ്രായവും ചോദിക്കാതെയാണ് രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കുന്നത്. ഇത്തരമൊരു ഘട്ടം വരുമ്പോൾ ഇത് അവിടെ തന്നെയുള്ള, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഗേഷ് SFIയിലേക്ക് വരുന്നതിന് മുമ്പ് ജില്ലാ കമ്മിറ്റിയിലെ നേതൃനിരയിലുണ്ടായി. അവിടെ നിരവധി പീഡനങ്ങൾ രാഷ്ട്രീയമായി ഏറ്റുവാങ്ങേണ്ടി വന്ന നിരവധി നേതാക്കൾ നിൽക്കുമ്പോൾ അവരെ എല്ലാം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു ആളെ കെട്ടിയിറക്കുന്ന ഒരു സമീപനം, അത് പാർട്ടിയുടെ രീതിക്ക് ചേർന്നതല്ല എന്ന വിമർശനം ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നു. മറുഭാഗത്തുനിന്ന് ഇത് കൂടിയാലോചിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ തക്ക ഒരാളെയായിരുന്നു നിയോഗിക്കേണ്ടതെന്ന അഭിപ്രായം വരുന്നു. എന്നാൽ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഏകപക്ഷീയമായി പിണറായി വിജയൻ കെ രാഗേഷ് സെക്രട്ടറി ആയാൽ മതി എന്നൊരു നിലപാടെടുത്തു പോകുന്നു. 5 മിനിറ്റ് കൊണ്ടാണ് അന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം തന്നെ തീരുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും PK ശ്യാമള എന്ന MV ഗോവിന്ദൻ്റെ ഭാര്യയെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചുമില്ല. ഈ രീതിയിൽ പിണറായി വിജയൻ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ പിണറായി തന്നെ വന്നിരുന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് നടപ്പാക്കിയപ്പോൾ ആർക്കും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. എന്നാൽ വരും ദിവസങ്ങൾ കെ രാഗേഷ് ജില്ലാ കമ്മിറ്റിയെ നയിച്ചുകൊണ്ട്, പാർട്ടിയെ ജില്ലയിൽ നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രതിഫലനം കണ്ണൂർ CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് കരായി രാജനായാലും ചന്ദ്രനായാലും ഗോപിനാഥായാലും ഇവരെല്ലാം തന്നെ തലമുതിർന്ന കണ്ണൂരിലെ CPM നേതാക്കളാണ്. അവർക്കെല്ലാം തന്നെ കടുത്ത അതൃപ്തിയാണ് ഇതിൽ നിലനിൽക്കുന്നതെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ഒരു വെല്ലുവിളി അത് കെ രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണോ എന്നതടക്കം വലിയ ഒരു ചർച്ചയാവുകയാണ് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിൽ. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഇന്നലെ പാലക്കാട്ട് പോലും മത്സരം നടക്കുന്ന, അത്തരത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കുന്ന നീക്കങ്ങൾ വരുന്നു. അത് നാളെ എറണാകുളം ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോഴും ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. അവിടെ എന്ത് സമീപനമാവും സ്വീകരിക്കുക എന്നത് സംബന്ധിച്ചും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. CN മോഹൻ നിലവിലെ ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുള്ള പേരല്ല P രാജീവിനുള്ളത്. P രാജീവിനും CN മോഹനും താല്പര്യമുള്ള പേരല്ല പൊതുവിൽ മറ്റു ചിലർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഘട്ടത്തിലൊക്കെ എന്ത് ഒരു രീതിയിലാവും സമീപനം എന്നത് നോക്കിയിരുന്ന് കാണേണ്ടതാണ്. എന്തു തന്നെയായാലും MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയതോടെ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ഇല്ലെങ്കിൽ നീക്കങ്ങൾ നടത്താനുള്ള അതിനുള്ള ശ്രമം താഴെത്തട്ടിൽ നിന്ന് മുതൽ ഉയരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ സൂചനകൾ കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങാനുള്ള സാധ്യതയും ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.